ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ സമ്പത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനഭാഗമാണ് തിരുസഭ ഈ ദിനം ധ്യാന വിഷയമായി നമുക്ക് നൽകിയിരിക്കുക. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് സ്വത്ത് തൻ്റെ സഹോദരൻ താനുമായി പങ്കുവയ്ക്കുന്നില്ല, ആകയാൽ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ പറയണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സമീപിക്കുമ്പോൾ യേശു അതിന് നൽകുന്ന പ്രതികരണവും ഏറ്റവും ആത്മാർത്ഥമായ ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷം. യേശു ചോദിക്കുന്നു, ആരാണ് എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗ്യുന്നവനായി നിയമിച്ചു? യേശു അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ. തുടർന്ന് യേശു നൽകുന്ന ഒരു ഉപമ ഏറെ ശ്രദ്ധായകമാണ്. ഒരു ധനവാന്റെ വയലിൽ സമൃദ്ധമായ വിളവുണ്ടായി. അവൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇനി എന്തു ചെയ്യും? ഞാൻ എൻ്റെ സ്വത്ത് വലിയ അറപ്പുര പണിത് അവയിൽ ശേഖരിക്കും. ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, തിന്നുകുടിച്ച് ആനന്ദിക്കുക, അനേക വർഷത്തേക്ക് വേണ്ടിയുള്ള സമ്പത്ത് നിനക്കായി ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. ദൈവം അവനോട് ഇപ്രകാരം ചോദിക്കുന്നു, ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുക്കും. അപ്പോൾ നീ ശേഖരിച്ചു വെച്ചതെല്ലാം ആരുടേതായി തീരും? ഭൂമിയിൽ മനുഷ്യർ നിശബ്ദരായി പോകുന്ന ഒരു ചോദ്യമാണിത്. ഈ ഭൂമിയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെന്നും അർത്ഥമുണ്ടെന്നും വ്യാഖ്യാനങ്ങളുണ്ടെന്നും പറയുന്ന മനുഷ്യൻ മരണത്തിൻ്റെ മുമ്പിൽ മാത്രം അവൻ നിശബ്ദനായി പോകുന്നു. മരണവീട്ടിൽ നമ്മൾ നിശബ്ദരാണ്. നമുക്കാർക്കും ഉത്തരമില്ല. എന്തുകൊണ്ട് മരിച്ചു എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നാം ശേഖരിച്ചു വച്ചിരിക്കുന്നതൊന്നും നമുക്ക് ബലം നൽകുകയില്ല. അത് നമ്മെ അനുധാവനം ചെയ്യുന്നത് 6 മണ്ണ് വരെ, അതിനപ്പുറത്തേക്കില്ല. ഭൂമിയിലെ ഒരു സമ്പത്തിനും നമുക്ക് നിത്യരക്ഷയുടെ കൃപ സ്വന്തമാക്കാൻ സഹായിക്കില്ല എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം കൂടിയാണ് ഈ ഉപമ. ഈ ചെറിയൊരു ഉപമയിൽ തന്നെ 8 പ്രാവശ്യം ഞാൻ, എൻ്റെ, എനിക്ക് എന്ന വാക്കുകൾ ആവർത്തിച്ച് പറയുന്നു. ഒരു മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമായി അറപ്പുര പണിത് അതിൽ അവനെല്ലാം ശേഖരിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട സമസ്തവും അവൻ കരുതി വെച്ചു. എന്നാൽ ജീവനെ കരുതാൻ അവന് സാധ്യമാകാതെ പോയി. പ്രിയ ദൈവമക്കളെ, നാം ആത്മാർത്ഥതയുടെ നിറവിൽ നിന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ യാത്ര നമ്മെ എത്തിക്കുന്നത് എവിടെയാണ്? കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നാം ജീവിക്കുക തന്നെ വേണം. ക്രിസ്തു നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ആത്മാർത്ഥതയുടെ പൂർണ്ണതയിലാണ്. ഈ രാത്രിയിൽ നിൻ്റെ ജീവനെ ഞാൻ ചോദിച്ചാൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതാകും? നാം സ്വർഗം ദാനമായി നൽകപ്പെട്ടവ സ്വീകരിക്കുമ്പോൾ അർഹതപ്പെട്ടതും ഉള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് നിത്യതയ്ക്ക് ആ സമ്പത്ത് ഉപകാരപ്രദമാവുക. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ നിത്യപിതാവിൻ്റെ സന്നിധിയിലെത്തുവാൻ വേണ്ട ആത്മാർത്ഥമായ കൃപയ്ക്കായി ഇതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, കരുണയിൽ, വിശുദ്ധിയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപാവരത്തിനായി ഈ ദിനം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.